ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ആൻഡ്രോയിഡ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഓണമൊക്കെ വരികയാണ്. സോ എന്തായാലും എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളത്തിൻ്റെ നമ്മുടെ ചാനലിൻ്റെ എൻ്റെ വക ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം. സോ ഈ നമ്മുടെ ഓണത്തിന് നമ്മൾ അത്തപ്പൂ ഒക്കെ ഇടുകയാണ്. സോ അത്തപ്പൂ ഇടുമ്പോഴത്തേന് നിങ്ങൾക്ക് ചിലപ്പോൾ കോമ്പറ്റീഷനായിട്ട് വരാം. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലബിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നിങ്ങൾ അത്തപ്പൂ ഒക്കെ ഇടുന്നത്. സോ നമ്മൾ കോളേജിനാണെങ്കിലും സ്കൂളിലൊക്കെ ആണെങ്കിലും അത്തപ്പൂ ഒക്കെ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് അടിക്കാൻ പറ്റിയ കുറച്ച് ആപ്ലിക്കേഷൻസാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. യെസ്, നമ്മൾ ഓണത്തിൽ പൂക്കൾ ഇടുന്നത്. സോ അതുപോലത്തെ ഓണത്തിന് പൂക്കൾ ഇടുന്ന കുറച്ച് അതിൻ്റെ ഡിസൈൻസ് കാര്യങ്ങൾ ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത കുറച്ച് ആപ്ലിക്കേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി നോക്കാൻ പോകുന്നത്. സോ ഒന്നാമതായിട്ട് നോക്കുന്നത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങൾക്ക് സെർച്ച് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക്സ് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ഓണം പൂക്കള എന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ്. സോ അതിൻ്റെ നെയിം അങ്ങനെയാണ്. സോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഓണത്തിൻ്റെ പൂക്കൾ ഇടുന്ന അനേകം ഡിസൈൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലെഫ്റ്റിലെ ഏറ്റവും ടോപ്പിലായിട്ട് 3 വരയുണ്ട്. സോ അതിൽ നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും സിമ്പിൾ ഡിസൈൻ, കോംപ്ലിക്കേറ്റഡ് ഡിസൈൻ, പ്രൈസ് വിന്നിങ് ഡിസൈൻ. സോ അങ്ങനെ അതുപോലെ നമ്മൾ സിമ്പിൾ ഡിസൈൻസ് എടുക്കണം. സോ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഡിസൈൻസ് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങളിത് കോപ്പി ചെയ്യുക, നിങ്ങളത് വരച്ചെടുക്കുക. സോ കോംപ്ലിക്കേറ്റഡ് ഡിസൈൻസിലാണെങ്കിൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതിൽ എല്ലാത്തിലും ഇല്ല. സോ ചില ഇമേജ് മാത്രം അവർ അതിൻ്റെ ഡ്രോയിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അല്ലാതെ തന്നെ ഫുള്ളായിട്ടില്ല, ജസ്റ്റ് ഒരു പിക്ക് മാത്രമേ. സ്വിന്നിങ് ഡിസൈൻസ് നിങ്ങളുടെ കാണാൻ സാധിക്കും. സോ ഇതൊക്കെയാണ് ഈ ആപ്ലിക്കേഷൻ ഇവർ പ്രൊവൈഡ് ചെയ്യും. സോ നമുക്ക് അടുത്ത ആപ്ലിക്കേഷൻ നോക്കാം. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓണം പൂക്കളം ഡിസൈൻ ആൻഡ് വിഷസ് എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷൻ. സോ ഇതിൽ നിങ്ങൾക്ക് ഡിസൈനും അതുപോലെ വിഷസും ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ 2.3 MB മാത്രം ഡൗൺലോഡ് MB സൈസ് വരുന്നുള്ളൂ. സോ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഡിസൈൻസ്, അനേകം ഡിസൈൻസ്, അതുപോലെ തന്നെ അതിൻ്റെ വിഷസും കാണാം. അതുപോലെ തന്നെ ഇവർ ഏറ്റവും ഡിസൈൻസിൽ ഇവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ നമ്മുടെ എങ്ങനെയാണ് അത്തപ്പൂവിൻ്റെ ഡിസൈൻ ആദ്യം വരയ്ക്കേണ്ടത്. സോ ബേസിക്കായിട്ട് കാര്യം അതിൻ്റെ ഡ്രോയിങ് ആണ്. സോ ഡ്രോയിങ് ഒരുപാട് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അത് വളരെ നല്ല കാര്യം തന്നെയാണ്. ജസ്റ്റ് നിങ്ങൾ അത് ഡ്രോ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അല്ലെങ്കിൽ ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കളർ ഉള്ള പൂ നിങ്ങൾക്ക് അതിലേ ഇട്ട് നല്ല മനോഹരമായ അത്തപ്പൂക്കൾ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റത്തെ ആപ്ലിക്കേഷൻ ഇതാണ്, ഓണം പൂക്കളം ഡിസൈൻ ആൻഡ് ഗ്രീറ്റിങ്സ്, ഓണം റെസിപ്പീസ്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത ഒരു വളരെ നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. ജസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ഇതും ഇൻക്ലൂഡ് ചെയ്യാൻ. സോ എന്തായാലും ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. കാരണം വെച്ചാൽ നമുക്കൊരു ഫേമസ് ആയ ഒരു IT കമ്പനി ഡെവലപ്പ് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ ഒരു ക്വാളിറ്റി, നല്ലൊരു ഇൻ്റർഫേസും ഒരു ഫ്രണ്ട്ലി കസ്റ്റമർ ഇൻ്റർഫേസും നല്ല ക്വാളിറ്റി കണ്ടൻസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഓണം വിഷസ് ആയാലും അതുപോലെ തന്നെ റെസിപ്പീസ് നമ്മുടെ ഓണത്തിന് നമുക്ക് ഈ സ്റ്റാറ്റസ് ഒക്കെ ഇടാനുള്ള വീഡിയോസ് എല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് ആണെങ്കിൽ പോലും എനിത്തിങ് എല്ലാവരും അതാണ് ലാസ്റ്റ് ആപ്ലിക്കേഷൻ അല്ല. സോ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഇതുപോലെ ലഭ്യമാണ്. സോ ഈ 3 ആപ്ലിക്കേഷൻ മാത്രമേ പരിചയപ്പെടുത്തുള്ളൂ. ഇത് 3 ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സോ എന്തായാലും ആ വീഡിയോ വളരെ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. സോ എന്തായാലും ഓണമൊക്കെ വരികയാണ്. സോ ഇതുപോലത്തെ ആപ്ലിക്കേഷനൊക്കെ ജസ്റ്റ് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അത്തപ്പൂവൊക്കെ ഇടാവുന്നതാണ്. സോ എന്തായാലും വീഡിയോ കണ്ടതിന് വളരെയധികം താങ്ക്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക. സോ അതുപോലെ തന്നെ 2 കാര്യം, ചാനൽ സബ്സ്ക്രൈബ്, അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ജസ്റ്റ് ഇനേബിൾ ചെയ്ത് വെച്ചേക്കുക. സോ നമുക്ക് പുതിയൊരു യൂസ്ഫുൾ എപ്പിസോഡുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ബിബിൻ സൈനിങ് ഔട്ട്. ഗുഡ് ബൈ.